അങ്ങനെ വീണ്ടും ഒരു ക്ലാസിക് 31 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തിരിക്കുകയാണ്. മണിച്ചിത്രത്താഴിന്റെ റിലീസായിരുന്നു ഇന്നലെ. സോ ഇന്ന് പടം കാണാൻ പറ്റി. തൃശ്ശൂർ രാഗത്തിൽ നിന്നാണ് കണ്ടത്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ദേവദൂതൻ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവിയായിരുന്നു റീ റിലീസിന്റെ. അത് കാണാൻ പറ്റി. ഒപ്പം തന്നെ ഈ ഒരു മൂവിയും നല്ലൊരു എക്സ്പീരിയൻസിൽ തന്നെ കാണാൻ പറ്റി. ഹൗസ്ഫുൾ ഷോ തന്നെയായിരുന്നു. മാറ്റ്നി നൗ ആണ് 4K റീമാസ്റ്റേർഡ് വേർഷൻ കൊണ്ടുവന്നത്. പക്ഷേ ഒന്ന് പറയാം, കാരണം ഫസ്റ്റ് ടൈം ഈ മൂവി തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. കാരണം ഇതിനെ കുറിച്ചിട്ട് കഥ കാര്യമായിട്ട് അറിയാത്ത രീതിയിലൊക്കെ ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു ശരിക്കും മണിച്ചിത്രത്താഴിൽ നിന്ന് കാണുമ്പോൾ. കാരണം എവിടെയും ബോറടിക്കാതെ നമ്മൾ ഒരു എത്ര തവണ നമ്മൾ ഈ സിനിമ ടി വിയിലും അതുപോലെ തന്നെ യൂട്യൂബിലായാലും അതിന്റെ പല ഭാഗങ്ങൾ കാണലും ഇതിനെ കുറിച്ചിട്ട് എൻഡ്ലെസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ പല ഗ്രൂപ്പുകളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും. സോ ഈ ഒരു പടം ഞാനിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് അത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് 4K റീമാസ്റ്റർ ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റുകളൊക്കെ പലയിടങ്ങളും നല്ല കിടുവായിട്ട് തന്നെ അറിയാൻ പറ്റി. പ്രത്യേകിച്ച് അത്രത്തോളമായിട്ടുള്ള ആ ഒരു പാട്ടുകൾ, ഒരു മുறை വന്ന് പാർത്തായ അതിലത്തെ എവർഗ്രീൻ ആയിട്ടുള്ള സോങ്ങുകളൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീല് കേട്ടപ്പോൾ തന്നെ എപ്പോഴൊക്കെയോ നമ്മൾ കുട്ടിക്കാലത്ത് ഈ പാട്ട് ആദ്യമായിട്ട് കേട്ട ഒരു ഫീല് തന്നെയായിരുന്നു അവിടെ. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തെക്കിനിയിലത്തെ ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു ഹൊറർ മിസ്റ്ററി എക്സ്പീരിയൻസ് നമുക്ക് അപ്പം അവിടെ കിട്ടുന്നുണ്ട്. ആ വാതിൽ തുറക്കുമ്പോഴും മറ്റേ നാഗവല്ലിയുടെ ആ ഒരു ചിത്രം കാണുമ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റോറിയൊക്കെ, ഫ്ലാഷ് ബാക്കിൽ നടന്നിട്ടുള്ള സ്റ്റോറിയൊക്കെ അങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ KPSC ലളിതയും അതുപോലെ തന്നെ മോഹൻലാലും പറയുന്ന സീനുകളിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഫീല് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ, നല്ലൊരു ആംബിയൻസിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ലൈഫ് ലോങ് തന്നെ, അല്ലെങ്കിൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിട്ടുള്ള ഒരു ഫീല് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് പറയേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിലെ പല സീനുകളിലും നമ്മൾ ട്രോളുകളിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. പല സീനുകളും കണ്ടപ്പോൾ പലയിടത്തും ഒരു ചിരി വന്നു. കാരണം ഇപ്പോൾ അതിലത്തെ തന്നെ തിലകന്റെ ഒരു സീനും അതുപോലെ ഫസ്റ്റിലത്തെ ഇന്നസെന്റിന്റെയും ഗണേഷ് കുമാറിന്റെയും സീനുകളൊക്കെ, അത് മാത്രമല്ല അതിന്റെ ഇടയിൽ വരുന്ന ഒരുപാട് സീനുകളുണ്ട്. അതിന്റെയൊക്കെ മൊത്തം ആ ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മണിച്ചിത്രത്താഴ് ഓഫർ ചെയ്തിരുന്നത്. ഇപ്പോ 31 വർഷം കഴിഞ്ഞിട്ടും ഈ സിനിമയെ കുറിച്ച് ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ സിനിമയുടെ കഥ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കിടുവാണെന്നുള്ളത്. കഥയുടെ കേസ് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ മധുമുട്ടം എന്ന് പറയുന്ന ഇതിന്റെ തിരക്കഥാകൃത്തിനെ ഒരിക്കലും മറക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പെൻടിപ്പിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു എവർ ഗ്രീൻ ക്ലാസിക് മൂവി തന്നെയാണത്. റിയൽ ആയിട്ട് നടന്നിട്ടുള്ള മറ്റൊരു സംഭവത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു കഥ എഴുതിയത്. ഇഷ്ടം പോലെ ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്ത് ഓരോരോ വേർഷനിൽ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മണിച്ചിത്രത്താഴ് എന്തുകൊണ്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ടി വിയിൽ വന്നാലും അത് ഇരുന്ന് കാണുന്നതിനുള്ള ഒറ്റ റീസൺ എന്താണ്, ആ ഒരു മൊത്തം ആ ഒരു ക്രൂവിന്റെ ആ ഒരു പെർഫോമൻസും, അല്ലെങ്കിൽ ആ ഒരു വർക്കിന്റെ ആ ഒരു എന്താ പറയാ 100% ഔട്ട്പുട്ടാണ്. അത് അത്രത്തോളം ആ സിനിമയിൽ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇപ്പോൾ ഓരോ ഡീറ്റെയിലിംഗ് ആയാലും ശരി, പലപ്പോഴും ശോഭനയുടെ ക്യാരക്ടർ എന്തുകൊണ്ട് ഓരോ സീനിൽ ഇങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻ വരുന്നുണ്ട് എന്നുള്ള പല ഡീകോഡിങ് പോലും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ചില സിനിമ ഗ്രൂപ്പുകളൊക്കെ കണ്ടിരുന്നത്. അതിലുള്ള ശോഭനയുടെ ആ ഒരു മുറി വന്ന് പാർത്തായ എന്ന് പറയുന്ന സീനും, അതിനു മുമ്പ് ആ ഒരു പെട്ടെന്ന് ഇങ്ങോട്ട് ആ ഒരു നാഗവല്ലിയുടെ ഒരു പുറത്തേക്ക് വരുന്ന സീനുകളൊക്കെ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ള റെസ്പോൺസ് ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു സിനിമ ഒരു തവണയെങ്കിലും തിയേറ്ററിൽ നിന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാരണം ഇപ്പോ നല്ല, അതും ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. കാരണം നമ്മൾ ഈ സിനിമ എന്താ പറയുക, ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു മൂവി നമ്മൾ വീണ്ടും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അതിൽ എന്തപ്പോ അത്ര പുതുമ എന്ന് പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ആ ഒരു ക്ലാസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു എവർഗ്രീൻ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പോഴും ഓഫർ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇതുപോലുള്ള പല സിനിമകളും ഇനി റീ റിലീസ് ചെയ്യട്ടെ. കാരണം അന്ന് കാണാൻ പറ്റാതെ പോയ ആൾക്കാർ, അല്ലെങ്കിൽ അന്ന് ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഈ സിനിമ VCR-ലും ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് ഇത് ഒരു തവണയെങ്കിലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവില്ല. അവർക്കുള്ളൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണിത്. ഇപ്പൊ കഴിഞ്ഞ വർഷം കേരളപ്പിറവിയോടനുബന്ധിച്ചുള്ള തിരുവനന്തപുരത്ത് ഒരുപാട് സിനിമകൾ ഇറക്കിയിരുന്ന സമയത്തായിരുന്നു ഈ ഒരു പടം, ഈ പടത്തിന് കിട്ടിയ റെസ്പോൺസിൽ നിന്നാണ് കൂടുതലും 4K റീമാസ്റ്റർ ചെയ്തിട്ട് ഈ പടം റീ റിലീസിന്റെ ആ ഒരു വക്ക് വരെ എത്തിയത്. പിന്നെ ഇതിൽ പറയേണ്ടത്, ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് സിനിമ കാണാൻ പോയത്. അമ്മ അന്നത്തെ കാലഘട്ടം 93-ൽ ഈ സിനിമ റിലീസായ സമയത്ത് 3 തവണ അമ്മ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് ഈ സിനിമ അത്ര ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു പറയാറുണ്ട്. അപ്പൊ അമ്മേനെ കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു 4ാമത്തെ തവണയായപ്പോൾ ഞാൻ ഈ മൂവി കാണുന്നത് എന്നുള്ളത്. സോ അത്രത്തോളം ജനറേഷൻ ഇങ്ങനെ പോകുന്തോറും ഈ ഒരു സിനിമ റെഫറൻസ് ആണ് മൂവി മേക്കേഴ്സിനായാലും, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഓരോരോ സൈഡ് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ. ഇപ്പോൾ ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മൊത്തം ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ,
സ്റ്റൈലായാലും ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഒക്കെ വളരെ ലെജൻഡുകളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വന്നു പോക്കൊക്കെ ശരിക്കും ഒരുപാട് സന്തോഷവും മറ്റേ ടൈം സങ്കടവും തോന്നി. ഇപ്പൊ KPS ലളിത, ഇന്നസെന്റ്, തിലകൻ, കുതിരവട്ടം പപ്പു, അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് ലെജൻസിനെയൊക്കെ ശരിക്കും വീണ്ടും ഈ ഒരു ക്ലാസിക്കിലൂടെ വീണ്ടും നമുക്ക് തിയേറ്റർ സ്ക്രീനിൽ കാണാൻ പറ്റിയപ്പോൾ ഒരു എക്സ്പീരിയൻസും വേറെ തന്നെയായിരുന്നു. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം ആൻഡ് എന്താ പറയുക, എക്സ്പീരിയൻസ് ദ എവർഗ്രീൻ ക്ലാസിക് വൺസ് അഗെയിൻ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ റീ റിലീസ് തിയേറ്റർ എക്സ്പീരിയൻസ്? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.